വാർത്തകൾ തുടരുന്നു. കാളികാവ് പഞ്ചായത്ത് വനിതാ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ പ്രഖ്യാപന കൺവെൻഷൻ നടന്നു. വണ്ടൂരിൽ നടന്ന കൺവെൻഷൻ കെ ഹൈദരലി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ CK മാത്യു അധ്യക്ഷം വഹിച്ചു. അവകാശ പ്രഖ്യാപന രേഖ കെ കുഞ്ഞാപ്പു ഹാജി P ഖാലിദ് മാസ്റ്റർക്ക് സമർപ്പിച്ചു. VAK തങ്ങൾ, മുസ്തഫ അബ്ദുൽ ലത്തീഫ്, KT ഉമർ, CP മുഹമ്മദ് അലി, EP യൂസഫ് ഹാജി, നസീമ ബീഗം, ഉമ്മർ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. K റഹ്മത്തുള്ള സ്വാഗതവും KT അബ്ബാസ് നന്ദിയും പറഞ്ഞു. പെൺകുട്ടികളുടെ പടം മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന് യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പൂക്കോട്ടുംപാടം ടൗണിൽ ചുള്ളിയോട് റോഡിൽ ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് സംഭവം. പൂക്കോട്ടുംപാടം ടൗണിൽ ചുള്ളിയോട് റോഡിൽ ഹൈസ്കൂൾ റോഡിന് എതിർവശത്തെ കെട്ടിടത്തിന് സമീപം സ്കൂൾ വിട്ട് വീടുകളിലേക്ക് പോകുവാൻ ബസ് കാത്തു നിന്നിരുന്ന പെൺകുട്ടികളാണ് സമീപത്തെ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്നും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നുവെന്ന ആരോപണവുമായി നാട്ടുകാരെ സമീപിച്ചത്. തുടർന്നെത്തിയ നാട്ടുകാരും അധ്യാപകരും കെട്ടിടത്തിൽ നടത്തിയ തിരച്ചിലിനിടയിലാണ് യുവാവിനെ പിടികൂടിയത്. തുടർന്ന് നിലമ്പൂർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് എത്തിയ സംഘം യുവാവിനെയും മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തു. ചോക്കാട് 40 സെന്റ് ഗിരിജൻ കോളനിയിലും ഉദിരംപൊയിൽ ജനവാസ കേന്ദ്രത്തിലും വീണ്ടും കാട്ടാന ശല്യം. ഉദിരംപൊയിലിൽ കഴിഞ്ഞ ദിവസം കമുകുകളും തെങ്ങുകളും, ഗിരിജൻ കോളനിയിലെ തിരൂർ അമ്മിക്കോട്ടിൽ ആലിയുടെ മാർക്ക് ചെയ്ത 50ഓളം റബ്ബർ മരങ്ങളുമാണ് കാട്ടാനയുടെ ശല്യം മൂലം നശിച്ചത്. ജനവാസ കേന്ദ്രത്തിൽ ആനയിറങ്ങുന്നത് പതിവായതോടെ ടാപ്പിംഗ് കൃഷിക്കാർ അടക്കമുള്ളവർ ഭയത്തോടെയാണ് ജോലി സ്ഥലത്തേക്ക് പോകുന്നത്. കൃഷിയിടങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലും വന്യമൃഗശല്യം തടയാൻ നടപടി എടുക്കണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും നടപടി എടുക്കാത്തതിൽ ജനങ്ങൾ കടുത്ത നിരാശയിലാണ്. കേരള പോൾട്രി ഫാമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാളികാവ് ചോക്കാട് പഞ്ചായത്ത് സംയുക്ത ജനറൽ ബോഡി യോഗം ചേർന്നു. കാളികാവ് പള്ളിശ്ശേരിയിൽ നടന്ന യോഗത്തിൽ അംഗത്വ വിതരണവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ പോൾട്രി ഫാമേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ മജീദ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഷാനവാസ്, ഹംസ ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു. മദ്യഷാപ്പുകൾ തുറക്കുന്നതിനെതിരെ നിരവധി സമരങ്ങൾ നടക്കുന്നതിനിടെ കാളികാവ് പഞ്ചായത്തിലെ മറ്റൊരു കള്ളുഷാപ്പ് കൂടി തിങ്കളാഴ്ച മുതൽ തുറന്നു. നാട്ടുകാർ നിരവധി സമരങ്ങൾ സംഘടിപ്പിച്ച അടക്കാക്കുണ്ട് കള്ളുഷാപ്പാണ് വീണ്ടും തുറന്നത്. അടക്കാക്കുണ്ട്, പാറശ്ശേരി, 70 ഏക്കർ പ്രദേശങ്ങളിൽ ഏറെ ക്രമസമാധാന പ്രശ്നങ്ങൾക്കിടയാക്കിയ കള്ളുഷാപ്പാണ് വീണ്ടും തുടങ്ങിയത്. അടക്കാക്കുണ്ട് പാറശ്ശേരി റോഡിനടുത്തായി സ്ഥിതി ചെയ്തിരുന്ന കള്ളുഷാപ്പിനെതിരെ നാട്ടുകാർ പലതവണ രംഗത്ത് വന്നിരുന്നു. കള്ളുഷാപ്പിനെ ചുറ്റിപ്പറ്റി ദുരൂഹമരണങ്ങളും ആക്രമണങ്ങളും ധാരാളം നടന്നിട്ടുണ്ട്. അടക്കാക്കുണ്ട് സ്കൂൾ, പാറശ്ശേരി സ്കൂൾ, മദ്രസ, ചർച്ച് എന്നിവിടങ്ങളിലേക്ക് കള്ളുഷാപ്പിന് മുന്നിലൂടെ പോകാൻ കുട്ടികൾക്ക് ഭയമായിരുന്നു. കള്ളുഷാപ്പിനെതിരെ നാട്ടുകാർ രംഗത്ത് വന്നതിനെ തുടർന്ന് അല്പം മാറ്റി സ്ഥാപിച്ചിരുന്നു. കുറ്റിപ്പുറം വാണിയമ്പലം മദ്യദുരന്തത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ കള്ളുഷാപ്പാണ് വീണ്ടും തുറന്നത്. ജനങ്ങളുടെ പ്രതിഷേധങ്ങൾക്ക് അധികൃതർ തീരെ വില കൽപ്പിക്കാത്തതാണ് അടഞ്ഞുകിടന്നിരുന്ന കള്ളുഷാപ്പുകൾ വീണ്ടും തുറന്നു തുടങ്ങിയത്. രഹസ്യമായ കള്ളുഷാപ്പുകൾ മുഴുവൻ തുറക്കുമെന്ന് തന്നെയാണ് ഇത് നൽകുന്ന സൂചന. അടുത്ത പ്രദേശമായ അരിമണൽ, ചോക്കാട് പഞ്ചായത്തിലെ മമ്പാട്ടുമൂല എന്നീ കള്ളുഷാപ്പുകളും ഇതിനോടകം തുറന്ന പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. 2 കള്ളുഷാപ്പുകൾക്കെതിരെയും മുസ്ലിം യൂത്ത് ലീഗ് സമരം നടത്തിയിരുന്നു. അടക്കാക്കുണ്ട് കള്ളുഷാപ്പിലേക്കും യൂത്ത് ലീഗ് മാർച്ച് നടത്തിയിരുന്നു. തുറന്ന പ്രവർത്തനം തുടങ്ങിയ കള്ളുഷാപ്പുകൾക്കെതിരെ പിന്നീട് നടക്കുന്ന സമരങ്ങൾ ഫലം കാണുന്നില്ല. മുഖ്യധാര രാഷ്ട്രീയക്കാർ ആരും തന്നെ പരസ്യമായി കള്ളുഷാപ്പിനെതിരെ രംഗത്ത് വരുന്നില്ല. സാമൂഹിക, സാംസ്കാരിക, യുവജന സംഘടനകളും കള്ളുഷാപ്പിനെതിരെ രംഗത്ത് വരുന്നില്ല. സമരങ്ങൾക്ക് തുടർച്ചയില്ലാത്തത് തുറന്ന കള്ളുഷാപ്പുകളുടെ പ്രവർത്തനം കൂടുതൽ സുഗമമായിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മേഖലയിൽ പ്രതിഷേധം ശക്തം. പ്രതിഷേധത്തിന്റെ ഭാഗമായി KSUവിന്റെ നേതൃത്വത്തിൽ പൂക്കോട്ടുംപാടത്ത് പ്രകടനം നടത്തി. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്ന ആവശ്യമുന്നയിച്ചാണ് അമരമ്പലം മണ്ഡലം KSU കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കോട്ടുംപാടം ടൗണിൽ പ്രകടനം നടത്തിയത്. പ്രകടനത്തിന് മണ്ഡലം KSU പ്രസിഡന്റ് P സമീർ, വൈസ് പ്രസിഡന്റ് P ആസിഫ്, സെക്രട്ടറിമാരായ സുഹൈൽ, അംജിദ്, റംഷീദ്, അഫ്സൽ, മുഫ്സിദ്, സബീൽ എന്നിവർ നേതൃത്വം നൽകി. അമരമ്പലം പഞ്ചായത്ത് വൃന്ദാവൻ എസ്റ്റേറ്റിലെ തൊഴിലാളി പ്രശ്നങ്ങൾ ഒത്തുതീരാത്ത സാഹചര്യത്തിൽ INTUC സമരപരിപാടികൾ ശക്തമാക്കാൻ തീരുമാനിച്ചു. തൊഴിലാളി പ്രശ്ന പരിഹാരത്തിന് മലപ്പുറം ജില്ലാ ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ പങ്കെടുക്കാത്ത സാഹചര്യത്തിലാണ് തൊഴിലാളികൾ സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നത്. തൊഴിലാളി പ്രശ്നവുമായി ബന്ധപ്പെട്ട 2 തൊഴിലാളികളെ പുറത്താക്കിയതിന്റെ പേരിലാണ് പ്രശ്നങ്ങൾ തൊഴിലാളി സംഘടനകൾ ഏറ്റെടുത്തത്. തുടർന്ന് പ്രശ്നപരിഹാരത്തിന് ജില്ലാ ലേബർ ഓഫീസർ തൊഴിലാളി നേതാക്കളെയും എസ്റ്റേറ്റ് മാനേജ്മെന്റിനെയും ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. എന്നാൽ തൊഴിലാളി നേതാക്കൾ ചർച്ചയ്ക്കായി എത്തിയെങ്കിലും തോട്ടം അധികൃതർ ചർച്ചയിൽ പങ്കെടുത്തില്ല. ഇത് തോട്ടം മാനേജ്മെന്റിന്റെ മർക്കടമുഷ്ടിയാണ് കാണിക്കുന്നതെന്നാരോപിച്ചാണ് INTUCയുടെ നേതൃത്വത്തിൽ സമരം ശക്തമാക്കാൻ തയ്യാറെടുത്തത്. കൂടാതെ കൂടുതൽ നിയമ നടപടി ശക്തമാക്കാനും INTUC തീരുമാനിച്ചിട്ടുണ്ട്. തൊഴിലാളി നേതാക്കളായ KT അലവി, AK സുബ്രഹ്മണ്യൻ, K ശ്രീജ, N ചെന്താമര, O ഗംഗാധരൻ,
പി സത്യൻ, സുരേന്ദ്രൻ, മുഹമ്മദ് അലി, വിജയൻ എന്നിവരാണ് സമരപരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ഇനി ഇടവേള.